എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ് സുവോളജിയുടെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സുവോളജി സിലബസിലെ 6 യൂണിറ്റും അതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും MCQസും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് എക്സാമിന്റെ അവസാനവട്ട റിവിഷന് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ടോസ് അക്കാഡമിക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പും അവൈലബിൾ ആണ്. ഡെയിലി MCQസ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഈ റിവിഷൻ വീഡിയോയിൽ യൂണിറ്റ് വൈസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റിലും പ്രാധാന്യമുള്ള ടോപ്പിക്സും അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് അപ്ലൈഡ് സുവോളജി ആണ്. ടാക്സോണമി ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ടാക്സോണമിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് DNA ബാർകോഡിംഗ്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പോലെയുള്ള ടോപ്പിക്സ്, ആരാണത് പ്രപ്പോസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഫൈലോജനറ്റിക് ട്രീ, ക്ലാഡോഗ്രാം, ക്ലൈഡ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ടോപ്പിക്കാണ് ടൈപ്പ് സ്പെസിമെൻ. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് DNA ബാർകോഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ DNA ബാർകോഡിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, DNA ബാർകോഡിംഗ് ഇൻവോൾവ് സീക്വൻസിംഗ് എ ഷോർട്ട് ഫ്രാഗ്മെന്റ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈറ്റോക്രോം C ഓക്സിഡൈസ് സബ് യൂണിറ്റ് 1. അടുത്ത ചോദ്യമാണ്, ഹു കോയിൻഡ് ദ ടേം ടാക്സോണമി. സോ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ട് ചോദ്യങ്ങൾ ഒത്തിരി വരാറുള്ള ഒരു ടോപ്പിക്കാണ് ടാക്സോണമി. ഇപ്പൊ ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ പേരെല്ലാം നന്നായിട്ട് പഠിക്കണം. സോ ടാക്സോണമി എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ലിനേയസ്, അരിസ്റ്റോട്ടിൽ, ഡി കാൻഡോൾ, ഹെനിങ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡി കാൻഡോൾ. അടുത്ത ചോദ്യം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ. ഓപ്ഷൻ ഹെയ്ക്കൽ, റോബർട്ട് വിറ്റാക്കർ, ലിനേയസ്, കാൾ വോയിസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, റോബർട്ട് വിറ്റാക്കർ. സോ ഇവിടെ 5 കിങ്ഡം മാത്രമല്ല, 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം, 6 കിങ്ഡം പോലെയുള്ള ക്ലാസിഫിക്കേഷനും ആരാണ് പ്രപ്പോസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ്. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നോൺ കോഡേറ്റ ആൻഡ് കോഡേറ്റ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നോൺ കോഡേറ്റയിലാണ് കൂടുതൽ ടോപ്പിക്സ് പഠിക്കാനുള്ളത്. അതാണ് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നോൺ കോഡേറ്റ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഫൈലംസിന്റെ ലാർവൽ ഫോംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, അതായത് അവരുടെ സിമെട്രി, സീലം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കുക. ദെൻ സ്പെസിഫിക് ആയിട്ട് ഓരോ ഫൈലത്തിൽ വരുന്ന ഫീച്ചേഴ്സ്, അവരുടെ റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി ഓർഗൻസ്, ഇതെല്ലാമാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ചില ഫൈലത്തിലെല്ലാം ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ എക്കൈനോഡെർമേറ്റയുടെ എല്ലാം സീലൻഡ്രേറ്റ്, അതേപോലെ ഫൈലത്തിന്റെ എല്ലാം ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആർ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ദേ ആർ ഫ്ലാറ്റ് വർംസ്, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഏസിലോമേറ്റ്. സോ ഇതിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. പ്ലനേരിയ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് ഓർത്ത് വെച്ചാൽ അതിന്റെ ഫീച്ചേഴ്സ് കിട്ടും. പ്ലനേരിയ എന്ന് പറയുമ്പോൾ തന്നെ അത് ഫ്ലാറ്റ് ഫോം ആണെന്ന് അറിയാമല്ലോ. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഏസിലോമേറ്റ് ആണ്, സീലം ആബ്സെന്റ് ആണ്. ദെൻ അഞ്ചാമത്തെ ചോദ്യമാണ് സെക്കൻഡറി ഹോസ്റ്റ് ഓഫ് ടേനിയ സജിനേറ്റ. ഇവിടെ പിഗ്, ഹ്യൂമൻ, കാറ്റിൽ, സ്നെയില്, 4 ഓപ്ഷൻസ് ഉണ്ട്. ദ റൈറ്റ് ആൻസർ കാറ്റിലാണ്. ടേനിയ സജിനേറ്റയുടെ സെക്കൻഡറി ഹോസ്റ്റ് കാറ്റിലാണ്. ഇതേപോലെ തന്നെ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഒത്തിരി പാരസൈറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഹോസ്റ്റ്, പ്രൈമറി, സെക്കൻഡറി ഹോസ്റ്റ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവയ്ക്ക് ലൈഫ് സൈക്കിൾ ഉണ്ടെങ്കിൽ ലൈഫ് സൈക്കിളും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, സീലം ഓഫ് ആസ്റ്റൽമിന്തസ്. ഓപ്ഷൻസ് യൂസീലോം, ഹീമോസീൽ, സ്യൂഡോസീലോം, എൻഡ്രോസീലോം. Here the right answer ഓപ്ഷൻ സി ആണ്, സ്യൂഡോസീലോം ആണ് ശരി ഉത്തരം. സോ ഫൈലം ആസ്റ്റൽമിന്തസിൽ മാത്രമാണ് സ്യൂഡോസീലം വരുന്നത്. ആസ്റ്റൽമിന്തസിന് താഴെയുള്ള ലോവർ ഫൈലം ആണെങ്കിൽ അവിടെ സീലം ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആസ്റ്റൽമിന്തസ് കഴിഞ്ഞ് വരുന്ന അപ്പർ ഫൈലത്തില് അവിടെ സീലം പ്രസന്റും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ആസ്റ്റൽമിന്തസ് മാത്രമാണ് സ്യൂഡോസീലം വരുന്നത്. അടുത്തത് larval stage of poriferans is options Nauplius, Planula, Parenchyma, Ternaria. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ലാർവൽ സ്റ്റേജസ്.
എല്ലാ ഫൈലത്തിന്റെയും ലാർവൽ സ്റ്റേജസ് കൃത്യമായിട്ട് പഠിക്കുക. പോറിഫറൻസിന്റെ ലാർവൽ സ്റ്റേജ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പാരന്റ് കൈമുല ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം match the following. Match the type of protozoan given in column 1 with their example in column 2 and choose the correct options. ഇപ്പൊ കോളം 1 പ്രോട്ടോസോവൻ ടൈപ്പും കോളം 2 അതിന്റെ എക്സാമ്പിളും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് പ്രോട്ടോസോവൻസിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നോക്കുക, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൈസോപോഡ ക്ലാസ്സിൽ വരുന്നതാണ്. അവർക്ക് സ്യൂഡോപോഡിയ പ്രസന്റ് ആയിരിക്കും. കാരണം ഈ ഒരു പ്രോട്ടോസോവൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോക്കോമോട്ടറി ഓർഗൻ. സോ അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ സ്യൂഡോപോഡിയ പ്രസന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ എക്സാമ്പിൾ നമുക്ക് മാച്ച് ചെയ്യാമല്ലോ. സ്യൂഡോപോഡിയ ഉള്ളത് ഏതാണ്? അമീബയാണ്. A3 ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ ക്ലാസ് സീലിയോഫോറയിൽ വരുന്നതാണ്. അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ സീലിയയാണ്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ സീലിയ വരുന്ന എക്സാമ്പിൾസ് നോക്കുക. ഏതാണ് കറക്റ്റ് എക്സാമ്പിൾ? ഇറ്റ് ഈസ് പാരമീഷ്യം. അല്ലെ, പാരമീഷ്യത്തില് സീലിയ പ്രസന്റ് ആണ്. ഇനി അടുത്ത നോക്കുക, നോക്കുക, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ ക്ലാസ് മാസ്റ്റിഗോഫോറ അല്ലെങ്കിൽ ക്ലാസ് ഫ്ലജല്ലേറ്റിൽ വരുന്നതാണ്. അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻ ഏതാണ്? ഫ്ലജല്ല. അപ്പൊ ഫ്ലജല്ല എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഏതാണ്? ഫ്ലജല്ല ഉള്ള ഒരു എക്സാമ്പിൾ ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് 4 ട്രിപ്പാനോസോമയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി, അതായത് നാലാമത്തത് കോളം 1 നാലാമത്തത് സ്പോറോസോവൻസ് മീൻസ് ലോക്കോമോട്ടറി ഓർഗൻ അവിടെ ആബ്സെന്റ് ആണ്. ദർ ഇസ് നോ ലോക്കോമോട്ടറി ഓർഗൻ. ശരി ഉത്തരം ഏതാണ്? പ്ലാസ്മോഡിയം. പിന്നെ നമുക്ക് അവിടെ മാച്ച് ചെയ്യാനായിട്ടുള്ളത് പ്ലാസ്മോഡിയം മാത്രമാണ്. ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A3 ആണ്. അതേപോലെ തന്നെ B1 ദാറ്റ് ഈസ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ പാരമീഷ്യം. Then C4 that is flagellated protozoan trypanosoma and D2 that is sporosovens. അവിടെ ലോക്കോമോട്ടറി ഓർഗൻ ഒന്നും ഇല്ല, ആബ്സെന്റ് ആണ്. The right answer is plasmodium D2. So ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യങ്ങള് അപ്ലൈഡ് സുവോളജിയിൽ നിന്നാണ്. അപ്ലൈഡ് സുവോളജിയിൽ യൂഷ്വൽ ആയിട്ട് ചോദ്യങ്ങൾ കൂടുതൽ കാണുന്ന ഏരിയ പെസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ലൈക്ക് പെസ്റ്റ് ഓഫ് പാഡി, പെസ്റ്റ് ഓഫ് കോക്കനട്ട്, പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് ലെഗ്യൂംസ്, പെസ്റ്റ് ഓഫ് കാഷ്യൂ, പെസ്റ്റ് ഓഫ് റബ്ബർ. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇതിലത്തെ ചോദ്യം which among the following is the pest of coconut? കോക്കനട്ടിന്റെ പെസ്റ്റ് ആണ് ചോദ്യം. The right answer is option C, Oryctes rhinoceros ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നോക്കാലോ. ഓപ്ഷൻ എ സൈറ്റോഫിലസ് ഒറൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് ലെഗ്യൂംസ്. ഓപ്ഷൻ എയും അതേപോലെ തന്നെ ഓപ്ഷൻ ബിയും ട്രൈബോളിയം കാസ്റ്റാനിയവും രണ്ടും സ്റ്റോർഡ് ലെഗ്യൂമിന്റെ പെസ്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ഡി സ്പോഡോപ്റ്റീറ ഫ്രൂജിപ്പെഡ, ഇറ്റ് ഈസ് ദ പെസ്റ്റ് ഓഫ് പാഡി. ഇതേപോലെ തന്നെ പെസ്റ്റിന്റെ ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. 9ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും അപ്ലൈഡ് സുവോളജി റിലേറ്റഡ് ആണ്. ദ സ്റ്റിംഗ് ഗ്ലാൻഡ് ഓഫ് വാസ്പ് ഈസ് എ മോഡിഫൈഡ്. ഓപ്ഷൻ സ്റ്റെർണൽ പ്ലേറ്റ്, ഓവിപ്പോസിറ്റർ, ടെർഗം, മാൻഡിബിൾസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓവിപ്പോസിറ്റർ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് യൂണിറ്റ് 2 എവല്യൂഷൻ, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി. അതിൽ എവല്യൂഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തിയറീസ് വരുന്നുണ്ട്, യൂറി മില്ലർ എക്സ്പെരിമെന്റ് വരുന്നുണ്ട്, ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഹ്യൂമൻ എവല്യൂഷൻ, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, ജനറ്റിക് ഡ്രിഫ്റ്റ്. അതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വരുന്നത്. എക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് പൊല്യൂഷൻ. എൻവയോൺമെന്റൽ കൺവെൻഷൻസ് ഉണ്ട്, എക്കോളജിക്കൽ സക്സഷൻ, അതേപോലെ തന്നെ എക്കോളജിക്കൽ പിറമിഡ്സ് വരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റിയിലെ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, എത്തോളജിയിലെ ലേണിംഗ് ടൈപ്സ് ആൻഡ് ആനിമൽ മൈഗ്രേഷൻ. ഇതാണ് ഈ ടോപ്പിക്സ് എല്ലാമാണ് യൂണിറ്റ് 2 പ്രാധാന്യം എന്ന് പറയാവുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ചോദ്യം എടുത്തിരിക്കുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റിൽ നിന്നാണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഓപ്ഷൻ സ്മോൾ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ, ലാർജ് ഐസൊലേറ്റഡ് പോപ്പുലേഷൻ, ഫാസ്റ്റ് റീപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ, സ്ലോ റീപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഐസൊലേറ്റഡ് പോപ്പുലേഷൻ ഓപ്ഷൻ എ ആണ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിലെ പാർട്ടില് മെൻസാലിസം, കോമ്പറ്റീഷൻ, കമൻസാലിസം, ന്യൂട്രലിസം ആണ്. കറസ്പോണ്ടിങ് ബി സൈഡിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം.
അപ്പൊ ആദ്യത്തെ നോക്കാം അമെൻസാലിസം. അമെൻസാലിസം മീൻസ് അതൊരു ആനിമൽ ഇന്ററാക്ഷൻ ആണ്, -0 ഇന്ററാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഉത്തരം ഏതായിരിക്കും? ബി. പോപ്പുലേഷൻ 1 അൺഅഫക്റ്റഡ്, പോപ്പുലേഷൻ 2 ഹാംഡ് അല്ലെ? അപ്പൊ അതല്ലേ ഒരു -0 ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ 1നോട് നമുക്ക് ബിയിലേക്ക് മാച്ച് ചെയ്യാം. ഇനി അടുത്തത് കോമ്പറ്റീഷൻ ആണ്, രണ്ടാമത്തത് അല്ല. കോമ്പറ്റീഷൻ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടാമല്ലോ. കോമ്പറ്റീഷൻ മീൻസ് ഡയറക്റ്റ് ഇൻഹിബിഷൻ ഓഫ് ഈച്ച് സ്പീഷീസ് ബൈ ദി അതർ. സോ കോമ്പറ്റീഷൻ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതിലേക്കാണ്? 2. മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതിലേക്കാണ്? സിയിലേക്കാണ്. ഇനി അടുത്ത നോക്കുക കമൻസാലിസം. കമൻസാലിസം ഒരു +0 ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇത് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതിലേക്കാണ്? എയിലേക്കാണ്. 3A മാച്ച് ചെയ്യാം. +0 ഇന്ററാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് പോപ്പുലേഷൻ 1 അവിടെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ 2 അൺഅഫക്റ്റഡ്, +0 ഇന്ററാക്ഷൻ. നാലാമത്തത് എന്താ? ന്യൂട്രലിസം. ന്യൂട്രലിസം മീൻസ് ഇനി നമുക്കുള്ളത് ഏതാ? ഡി ആണ്. നൈദർ പോപ്പുലേഷൻ എഫക്ട്സ് ദി അതർ. സോ നാലാമത്തത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതിലേക്കാണ്? ഡിയിലേക്ക്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ്. ആനിമൽ ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. സോ ഇതിന്റെ എല്ലാം എക്സാമ്പിൾസും കൂടി പഠിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഡി ആണ്. 1B, 2C, 3A, 4D. The right answer option D ആണ് correct answer. The next question. The two theories combined in the synthetic theory of evolution or neo-Darwinism. ഡാർവിനിസം നമുക്കറിയാം ഇവിടെ നാച്ചുറൽ സെലക്ഷൻ ആണ് വരുന്നത്. പക്ഷെ ചോദ്യം ഏതാണ്? ടു തിയറീസ് കമ്പൈൻഡ് ഇൻ ദ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ നിയോ ഡാർവിനിസം. അപ്പൊ ഡാർവിനിസം നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പൊ ഡാർവിനിസത്തിന്റെ ഒരു സമയത്ത് അവിടെ മെന്റലിന്റെ തിയറീസ്, അവിടെ ആ സമയത്ത് മെന്റീലിയൻ തിയറീസ് ഒന്നും പ്രോമിനന്റ് ആയിരുന്നില്ല. സോ പിന്നീട് മെന്റീലിയൻ തിയറിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ തിയറിയാണ് സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. സോ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നാച്ചുറൽ സെലക്ഷൻ ആൻഡ് മെന്റീലിയൻ ഇൻഹെറിറ്റൻസ്. അടുത്ത ചോദ്യം, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഇംപ്രിന്റിംഗ്? ഇത് എത്തോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇംപ്രിന്റിംഗ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലേണിംഗ്. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ മേയർ, കോഹ്ല, ലോറൻസ്, ലാഷ്ലി. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോറൻസ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ അഗ്രിമെന്റ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. സോ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ശരി ഉത്തരം. ഈ ഒരു ചോദ്യവും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് ബേസ്ഡ് ഓൺ ദ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, എ ജീൻ ലോക്കസ് ഹാസ് 2 alleles A and A, അതായത് dominant A and recessive A. The frequency of dominant allele A is 0.4. Then the frequency of homozygous dominant, heterozygous and homozygous recessive individuals in the population is. പിന്നെ നമുക്ക് മൂന്നും കണ്ടുപിടിക്കണം. ഹോമോസൈഗസ് ഡോമിനന്റ്, ഹെട്രോസൈഗസും ഹോമോസൈഗസ് റെസസീവും മൂന്നിന്റെ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിന്റ് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് allele A is 0.4. ഡോമിനന്റ് allele A, അതിനെ നമുക്ക് ഹാർഡി-വെയിൻബർഗ് ലോ പ്രകാരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P വെച്ചിട്ടാണല്ലോ. P is equal to 0.4. P 0.4 ആണെങ്കിൽ Q എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 1 minus P ആണ്. സോ ദ ആൻസർ ഇസ് 0.6. പിയും ക്യൂവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, 0.4 ആൻഡ് 0.6. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹോമോസൈഗസ് ഡോമിനന്റ്. അപ്പൊ ഹോമോസൈഗസ് ഡോമിനന്റ് മീൻസ് ക്യാപിറ്റൽ എ അങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്തത് ഹോമോസൈഗസ് ഡോമിനന്റ്. അതായത് P സ്ക്വയർഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P സ്ക്വയർഡ് എത്രയാണ്? 0.4 into 0.4. ദ ആൻസർ ഈസ് 0.16. സോ നമുക്ക് ഹോമോസൈഗസ് ഡോമിനന്റിന്റെ ഉത്തരം കിട്ടി, 0.16 ആണ്. ഇനി അടുത്തത് നമുക്ക് ഹോമോസൈഗസ് റെസസീവ് കണ്ടുപിടിക്കാം. ഹോമോസൈഗസ് റെസസീവ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് എങ്ങനെയാണ്? സ്മോൾ എ, അതായത് ഹാർഡി-വെയിൻബർഗ് ലോ പ്രകാരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q വെച്ചിട്ടാണ്. Q. അപ്പൊ Q ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്, അതായത് ഹോമോസൈഗസ് റെസസീവ്. Q നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0.6 ആണ്. ഇനി ഹോമോസൈഗസ് റെസസീവ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ എ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു Q സ്ക്വയർഡ് അല്ലെ? Q സ്ക്വയർഡ്. Q എത്രയാണ്? 0.6 ആണ്. Q സ്ക്വയർഡ് എത്രയാണ്? 0.6 into 0.6. ദ റൈറ്റ് ആൻസർ 0.36.
ഇനി അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹെട്രോസൈഗസ്. ഹെട്രോസൈഗസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 2 ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെ? എപ്പോഴും 2 ഹെട്രോസൈഗസ് ആയിരിക്കുമല്ലോ വരുന്നത്. ദാറ്റ് ഈസ് 2 ക്യാപിറ്റൽ എ സ്മോൾ എ, അതായത് 2 into PQ. കാരണം ക്യാപിറ്റൽ എ P ആണ്, സ്മോൾ എ Q ആണ്. റൈറ്റ് ആൻസർ എത്രയായിരിക്കും? 2 into 0.4 into Q എത്രയാണ്? 0.6. Here the right answer is 0.48. സോ നമുക്ക് 3 ഉത്തരം കിട്ടി. നമുക്ക് അവിടെ ഹോമോസൈഗസ് ഡോമിനന്റ് കിട്ടി, ഹോമോസൈഗസ് റെസസീവ് കിട്ടി, ഹെട്രോസൈഗസും കിട്ടി. നമുക്ക് കറക്റ്റ് ഉത്തരം ഓപ്ഷനിൽ ഏതാ വന്നത്? 0.16, 0.48, 0.36. സോ ഓപ്ഷൻ എ തന്നെയാണ് ശരി ഉത്തരം. ഹോമോസൈഗസ് ഡോമിനന്റ് 0.16, ഹെട്രോസൈഗസ് 0.48, homozygous recessive 0.36. Option A is the right answer. Unit 3, Physiology, Immunology and Developmental Biology. ഫിസിയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി, അതേപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം വരുന്നുണ്ട്. ഇമ്മ്യൂണോളജിയിലാണെങ്കിൽ സെൽസ് ആൻഡ് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഹൈപ്പർസെൻസിറ്റിവിറ്റി, ഇമ്മ്യൂണോഡെഫിഷ്യൻസി ഡിസീസ്, MHC. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് വരുന്നുണ്ട്, ക്ലീവേജ്, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, ഫേറ്റ് മാപ്പ്, പ്ലാസെന്റ, പാർത്തനോജനസിസ്. ഇതെല്ലാമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യ ചോദ്യം, വിച്ച് ആന്റിബോഡി ഈസ് നോൺ ടു റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ? ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, IgE ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ഇമ്മ്യൂണോഗ്ലോബുലിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് IgM ഇസ് കറക്റ്റ്? ഓപ്ഷൻസ് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ ഏർലി ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇത് കറക്റ്റ് ആണ്. എക്സലന്റ് കോംപ്ലിമെന്റ് ആക്ടിവേറ്റർ, അതും കറക്റ്റ് ആണ്. ഒൺലി ആന്റിബോഡി മെയ്ഡ് ബൈ ഫീറ്റസ്, അതും കറക്റ്റ് ആണ്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. IgM വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? IgMന്റെ പ്രത്യേകത എന്താണ്? ഏർലി ഇമ്മ്യൂൺ റെസ്പോൺസിലുണ്ട്, കോംപ്ലിമെന്റ് ആക്ടിവേറ്റർ ആണ്. ഇറ്റ് ഈസ് ദി ഓൺലി ആന്റിബോഡി ദാറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ഫീറ്റസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റിമുലേറ്റ് ആന്റിബോഡി പ്രൊഡക്ഷൻ? ഓപ്ഷൻ അഡ്ജുവൻ, ഹാപ്റ്റൻ, ആന്റിസെറം, പ്യൂരിഫൈഡ് ആന്റിജൻ. ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അഡ്ജുവൻ ഈസ് ദി റൈറ്റ് ആൻസർ. The next question, which of the following is a rate limiting step of urea cycle? ഇപ്പൊ യൂറിയ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ചോദ്യം റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. സിന്തസിസ് ഓഫ് സിട്രുലൈൻ, സിന്തസിസ് ഓഫ് കാർബമൈൽ ഫോസ്ഫേറ്റ്, സിന്തസിസ് ഓഫ് ആർജിനൈൻ, സിന്തസിസ് ഓഫ് ഓർണിത്തൈൻ. Here the right answer is synthesis of carbamyl phosphate. Very important ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ് കാർബമൈൽ ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം, if Henle's loop were absent from the mammalian nephron, which of the following is expected? മമേലിയൻ നെഫ്രോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെൻലീസ് ലൂപ്പ്. അത് ആബ്സെന്റ് ആണെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാൻ സാധ്യതയുള്ളത്? കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാ? ഓപ്ഷൻസ് ആദ്യം നോക്കാം. യൂറിൻ വിൽ ബി മോർ കോൺസെൻട്രേറ്റഡ്. ഓപ്ഷൻ ബി, യൂറിൻ വിൽ ബി മോർ ഡൈല്യൂട്ട്. ഓപ്ഷൻ സി, there will be no urine formation. അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? there will be hardly any change in quality and quantity of urine formed. അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഹെൻലീസ് ലൂപ്പ് ആബ്സെന്റ് ആണെങ്കിൽ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the urine will become more dilute. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സെർട്ടോളി സെൽസ് ആർ റെഗുലേറ്റഡ് ബൈ പിറ്റുവേറ്ററി ഹോർമോൺ നോൺ ആസ്. ഓപ്ഷൻസ് FSH, GH that is growth hormone, prolactin, then LH that is luteinizing hormone. ഇപ്പൊ സെർട്ടോളി സെൽസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പിറ്റുവേറ്ററി ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനിയുള്ള ചോദ്യങ്ങൾ ഡെവലപ്മെന്റൽ ബയോളജി എന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചോദ്യം നോക്കാം. ബ്ലാസ്റ്റുല ഓഫ് ഫ്രോഗ് ഇസ് കോൾഡ്. ബ്ലാസ്റ്റുല ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓപ്ഷൻസ് ഡിസ്കോബ്ലാസ്റ്റുല, സീലോബ്ലാസ്റ്റുല, ഹോളോബ്ലാസ്റ്റുല, ആംഫിബ്ലാസ്റ്റുല. Here the right answer is option D, സീലോബ്ലാസ്റ്റുല ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. Which one of the following provide rapid block to polyspermy during sea urchin fertilization? ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താ? റാപ്പിഡ് ബ്ലോക്ക് ടു പോളിസ്പെർമി, അതായത് ഫാസ്റ്റ് ബ്ലോക്ക് ആണ് ചോദ്യം. ഓപ്ഷൻസ് വേവ് ഓഫ് കാൽഷ്യം റിലീസ്, കോർട്ടിക്കൽ ഗ്രാനുൾ റിലീസ് ദ കോണ്ടൻസ്, ഡീപോളറൈസേഷൻ ഓഫ് എഗ് മെംബ്രെയിൻ, ഫോർമേഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ എൻവലപ്പ്.
ഇവിടെ ഫാസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ റാപ്പിഡ് ബ്ലോക്ക് ടു പോളിസ്പെർമിനോട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീപോളറൈസേഷൻ അല്ലേ? ഓപ്ഷൻ സി, ഡീപോളറൈസേഷൻ ഓഫ് എഗ് മെംബ്രെയിൻ. ബാക്കിയുള്ള എല്ലാം സ്ലോ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. വേവ് ഓഫ് കാൽഷ്യം റിലീസ്, കോർട്ടിക്കൽ ഗ്രാന്യൂൾ റിലീസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ എൻവലപ്പ്. ഇനി അടുത്ത ചോദ്യം 9th one, which of these placenta is seen in primates? പ്രൈമേറ്റ്സിൽ മാത്രം കാണുന്ന പ്ലാസെന്റൽ ടൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സൂപ്പർഫിഷ്യൽ ആൻഡ് നോൺ ഡെസ്യൂഡിയസ്, ഇന്റർസ്റ്റീഷ്യൽ ആൻഡ് നോൺ ഡെസ്യൂഡിയസ്, interstitial and deciduous placenta, and finally the last option diffuse and non-deciduous placenta. ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്, interstitial and deciduous placenta. യൂണിറ്റ് 4 ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോകെമിസ്ട്രിയിൽ പ്രധാനമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ്, അതിൽ ക്രെബ്സ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജനസിസ്, ഗ്ലൈക്കോളിസിസ് ഒക്കെ പഠിക്കാം. പ്രോട്ടീന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ബീറ്റ ഓക്സിഡേഷൻ ആൻഡ് ലിപ്പിഡ്, ദെൻ എൻസൈം, വൈറ്റമിൻസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ബയോകെമിസ്ട്രിയിൽ വരുന്നത്. ബയോഫിസിക്സിൽ പ്രധാനമായിട്ടും ക്രോമാറ്റോഗ്രഫി ഉണ്ട്, ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ദെൻ മൈക്രോസ്കോപ്പ് വരുന്നുണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ടോപ്പിക്സ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. ദി ഇൻസ്റ്റന്റേനിയസ് എഫക്ട് ഓഫ് സയനൈഡ് പോയിസൺ ഇസ് ഡ്യൂ ടു ഇറ്റ്സ് ഇഫക്ട് ഓൺ. ഓപ്ഷൻസ് nervous system, cardiovascular system, electron transport chain, muscular system. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് ദ റൈറ്റ് ആൻസർ. ബിക്കോസ് സയനൈഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓക്സിജനിലേക്ക് എത്തുന്നില്ല, അത് അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ടു എക്സാമ്പിൾ ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇൻ EMP pathway of glucose metabolism are in the reactions of. ഇത് ഗ്ലൈക്കോളിസിസ് ആണ്, അതിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന സ്റ്റെപ്സ് ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദ്യം. അതായത് ATP പ്രൊഡക്ഷൻ ആണ് അവിടെ വരേണ്ടത്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ മീൻസ് അവിടെ ATP ആണ് പ്രൊഡക്ഷൻ വരേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആൻഡ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. അടുത്ത ചോദ്യം, കൈറ്റിൻ ഈസ് എ ഡാഷ്. കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോമോപോളിസാക്രൈഡ് ആണ്, ഹോമോപോളിസാക്രൈഡ് ഓഫ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോമോപോളിസാക്രൈഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ്, ഹോമോപോളിസാക്രൈഡ് ആൻഡ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ഡയറക്റ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് എൻസൈം ഇസ് കൺസിഡേർഡ് ആസ് ദ പ്രിൻസിപ്പൽ എൻസൈം ഫോർ ദ റെഗുലേഷൻ ഓഫ് ഗ്ലൈക്കോജനസിസ്? ഓപ്ഷൻസ് ഫോസ്ഫോഗ്ലൂക്കോമ്യൂട്ടേസ്, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്, ഗ്ലൂക്കോസിക്സ് ഫോസ്ഫേറ്റേസ്, ഗ്ലൈക്കോജൻ സിന്തേസ്. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, ഇത് ഗ്ലൈക്കോജനസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പൽ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ സിന്തേസ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. The next question ബയോഫിസിക്സിൽ നിന്നാണ്, മൈക്രോസ്കോപ്പ് റിലേറ്റഡ് ചോദ്യമാണ്. A phase contrast microscope is used to. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് സ്റ്റേജിൽ നമുക്ക് സ്പെസിമെൻ കാണാൻ സാധിക്കുന്ന മൈക്രോസ്കോപ്പ് ആണ്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടു സ്റ്റഡി സെൽസ് ആൻഡ് കമ്പാർട്ട്മെന്റ്സ് ഇൻ എ ലിവിംഗ് സ്റ്റേറ്റ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്, യൂസിങ് എ ഫേസ് ഡിഫറൻസ് ഇൻ ലൈറ്റ് റേസ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then അടുത്ത ചോദ്യം പേജ് റിലേറ്റഡ് ആണ്. Which among the following is used for polymerization agent in page? അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, പോളിമറൈസേഷൻ ഏജന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് പേജില്. ഓപ്ഷൻസ് അമോണിയം പെർസൾഫേറ്റ്, സോഡിയം ഡോഡിസൈൽ സൾഫേറ്റ്, മെർകാപ്റ്റോ എത്തനോൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്. Here the right answer option A ആണ്. Polymerization agent used in page is ammonium persulfate. അടുത്ത ചോദ്യം, which of the following technique is used to study three-dimensional structure of a molecule? Three-dimensional structure of a molecule study ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ the best technique. Options infrared spectroscopy, mass spectrometry, UV visible spectroscopy, X-ray crystallography. The right answer X-ray crystallography ആണ്. ഇനി അടുത്ത ചോദ്യം ബയോസ്റ്റാറ്റിൻ ആണ്. മീൻ മീഡിയൻ മോഡ് ആർ ഈക്വൽ ഇൻ. മീൻ മീഡിയൻ മോഡ് ഈക്വൽ വരുന്നത് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ,
ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ഓൾ ഓഫ് ദി എബോവ്. Here the right answer is normal distribution. Option A ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. Correlation related ചോദ്യമാണ് ഇനി അടുത്തത്. The value of correlation coefficient between two variables lies between option 0 and alpha, minus alpha and plus alpha, 0 and 1, minus 1 and plus 1. The right answer option D ആണ് minus 1 and plus 1. അതാണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ -1 and +1. യൂണിറ്റ് 5 ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി. ജെനറ്റിക്സിലെ ക്രോമസോമൽ അബറേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എപ്പിസ്റ്റാറ്റിസ്, മ്യൂട്ടേഷൻ, ലയോൺ ഹൈപ്പോത്തിസിസ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബയോടെക്നോളജിയിൽ വെക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഇമ്പോർട്ടന്റ് ആണ്, സീക്വൻസിംഗ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്, ദെൻ PCR, DNA ഫിംഗർ പ്രിന്റിംഗ് തുടങ്ങിയതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ്. മൈക്രോബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ബാക്ടീരിയയുടെ സ്ട്രക്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, അതിന്റെ സ്റ്റെയിനിങ് പ്രൊസീജിയർ, എക്സാമ്പിൾസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമേ തന്നെ ജെനറ്റിക്സ് റിലേറ്റഡ് ചോദ്യം നോക്കാം. ഫിലാഡൽഫിയ ക്രോമസോം occurs as a result of reciprocal translocation between. ഏതൊക്കെ ക്രോമസോംസ് തമ്മിലാണ് റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ നടക്കേണ്ടത്? In the case of Philadelphia chromosome, options chromosome 9 and 17, chromosome 9 and 14, chromosome 5 and 17, chromosome 9 and 22. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 9 and 22 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ ജെനറ്റിക്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക് ആണ്. ഡൗൺ സിൻഡ്രോം ഇസ് ആൻ എക്സാമ്പിൾ ഫോർ. സോ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21st ക്രോമസോമിൽ വരുന്ന ട്രൈസോമി കണ്ടീഷൻ ആണ്. സോ ഡൗൺ സിൻഡ്രോം ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്ഷൻസ് എബറേഷൻ ഡ്യൂ ടു അനീപ്ലോയിഡി, എബറേഷൻ ഡ്യൂ ടു പോളിപ്ലോയിഡി, ക്രോമസോമൽ മ്യൂട്ടേഷൻ, മ്യൂട്ടേഷൻ ഇൻ മൈറ്റോകോൺഡ്രിയൽ ജീൻസ്. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, എബറേഷൻ ഡ്യൂ ടു അനീപ്ലോയിഡി. അടുത്ത ചോദ്യം ബയോടെക്നോളജി റിലേറ്റഡ് ആണ്. The question is, which of the vectors can be replicated in two different hosts? Options plasmid vector, shuttle vector, cosmid vector, the last option phage. So രണ്ട് ഡിഫറെന്റ് ഹോസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വെക്ടർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെക്ടർ റിലേറ്റഡ് ചോദ്യം. റൈറ്റ് ആൻസർ ഷട്ടിൽ വെക്ടർ ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഒഫീഷ്യലി ബിഗാൻ ഇൻ വിച്ച് ഇയർ? 1988, 1990, 1992, 1995. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1990. അടുത്ത ചോദ്യം മെൻഷൻ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. മൈക്രോബയോളജി റിലേറ്റഡ് ആണ്, ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. അഞ്ചാമത്തെ ചോദ്യം മെൻഷൻ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ കണ്ടെയ്ൻസ് എ തിക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം എങ്ങനെയാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ ഗ്രാം പോസിറ്റീവ് ഹാസ് ഇന്നർ ആൻഡ് ഔട്ടർ സെൽ മെംബ്രെയിൻ. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയ ഗ്രാം നെഗറ്റീവ് ഹാസ് തിൻ ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടീക്കോയിക് ആസിഡ് ഇസ് സീൻ ഇൻ ഗ്രാം പോസിറ്റീവ് സെൽ വാൾ. സിയും ഡിയും കറക്റ്റ് ആണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. സി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിലബസിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്, ആറാമത്തെ യൂണിറ്റ് സെൽ ബയോളജി, മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. സെൽ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ, അതിന്റെ മോഡിഫിക്കേഷൻ, സെൽ സൈക്കിൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം ഉള്ളതാണ്. സെൽ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അതേപോലെ തന്നെയാണ് സെൽ ഓർഗനൽസ് ഇമ്പോർട്ടന്റ് ആണ്, സെൽ സിഗ്നലിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ട് സൈറ്റോളജിയിൽ വരുന്നതാണ്. മോളിക്കുലാർ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മോളിക്കുലാർ ബയോളജി അതിന്റെ എൻസൈംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നോക്കുക. ദെൻ ഫൈനലി ബയോ ഇൻഫർമാറ്റിക്സിൽ ഡാറ്റാബേസസ് റിലേറ്റഡ് ചോദ്യങ്ങളാണ് വരുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റാബേസസ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ഡ്യൂറിംഗ് മിയോസിസ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ടീലോഫേസ്, ലെപ്റ്റോട്ടീൻ, മെറ്റാഫേസ്, പാക്കിറ്റിൻ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കിറ്റിൻ സ്റ്റേജിലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത വീണ്ടും മിയോസിസ് 1 റിലേറ്റഡ് ചോദ്യം തന്നെയാണ്.
Development of synaptonemal complex occurs at which stage? Zygotine, pachytene, diplotin, leptotin. The right answer zygotine ആണ്. Synaptonemal complex occurs at zygotine stage. അടുത്തത് ബയോഇൻഫർമാറ്റിക്സ് റിലേറ്റഡ് ഒരു ചോദ്യമാണ്. An example of homology and similarity tool. ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് റിലേറ്റഡ് ചോദ്യങ്ങളെല്ലാം എപ്പോഴും വരാറുള്ളതാണ് ബയോഇൻഫർമാറ്റിക്സിൽ. അടുത്ത ചോദ്യം മോളിക്കുലാർ ബയോളജി റിലേറ്റഡ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എൻസൈം റിമൂവ്സ് ദി RNA പ്രൈമർ ആൻഡ് ഫിൽസ് ഇൻ ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ഇൻ പ്രോകാരിയോട്ടിക് റെപ്ലിക്കോൺസ്? RNA പ്രൈമർ റിമൂവ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻസ് DNA polymerase 1, DNA polymerase 2, DNA polymerase 3 and all of the above. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, DNA polymerase 1. അടുത്ത ക്വസ്റ്റ്യൻ. If guanine is lost from DNA due to hydrolysis of the glycosidic bond, this is repaired by? DNAയുടെ റിപ്പയർ മെക്കാനിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബേസ് എക്സിഷൻ റിപ്പയർ. സെക്കൻഡ് ഓപ്ഷൻ DNA polymerase adding the guanine back by forming a new glycosidic bond. Option C purine salvage pathway and option D nucleotide excision repair. Yeah, the right answer is option A base excision repair.